തിരുവനന്തപുരം മുതലപ്പുഴയിൽ യുവാക്കളെ കടലിൽ കാണാതായതിൽ സംഭവിച്ചത് വലിയ വീഴ്ച. ഇതുവരെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് സമ്മതിച്ച അസിസ്റ്റന്റ് ഹാർബർ എഞ്ചിനീയർ. റെസ്ക്യൂ ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരണം. വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിട്ട് 14 മണിക്കൂർ പിന്നിടുന്നു. തിരച്ചിലിനായി നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി കുടുംബം എത്തിയിരുന്നു. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായുണ്ട്. ഇന്ദു, പ്രതിഷേധം ശക്തമായിരുന്നു രാവിലെയൊക്കെ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തെരച്ചിലിനായി വിഴിഞ്ഞത്ത് നിന്ന് ബോട്ട് പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? മോത്തി, അക്ഷരാർത്ഥത്തിൽ മുതലപ്പുഴയിലെ ജനങ്ങളുടെ ദുരിതത്തിന് ഒരറുതിയില്ല എന്ന് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവരുടെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കും ഒന്നും ഒരു പരിഹാരം കാണാൻ ആരെക്കൊണ്ടും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 അപകടത്തിൽപ്പെട്ടതാണ് 2 യുവാക്കൾ, ഷിജിനും ഫ്രീമോനും. ഇന്ന് അവരുടെ അപകടം നടന്ന് അവരെ കാണാതായിട്ട് 16 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അവരെ തിരഞ്ഞിറങ്ങാൻ അല്ലെങ്കിൽ അവർക്കായി ഒരു തിരച്ചിൽ നടത്താൻ ഒരു സംവിധാനം ഒരുക്കാനാകുന്നില്ല. രാവിലെ ഒരു 10 മണിക്ക് ഒക്കെ മുൻപേ തന്നെ നേവിയുടെ സഹായം കൊച്ചിയിൽ നിന്ന് തേടിയിരുന്നു. ഉൾക്കടലിലേക്ക് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നറിയാം, ഹെലികോപ്റ്ററിന് സഹായം തേടിയിരുന്നു. അവർ വരുമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൽ നിന്നും കോസ്റ്റൽ ഗാർഡിന്റെ ഒരു സംഘവും ഇങ്ങോട്ടേക്ക് അവർക്കായുള്ള തിരച്ചിൽ നടത്താനായി എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം അവരെ ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല അവരുമായിട്ട്. അങ്ങനെ ഇപ്പോൾ മണിക്കൂറുകൾ 2ഉം കടന്ന് 3ഉം കടന്ന് 4ലേക്ക് പോവുകയാണ്. ഇന്നേരം വരെയും ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ഈ പുലിമുട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്കായി തിരച്ചിലിനായി ഒരു സംഘം എത്തുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ നേരം ഇത്രയുമായിട്ടും ആ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കും കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്. ഇന്നലെ ഇവർ മത്സ്യബന്ധനത്തിനായി പോകും മുമ്പ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് പോലും ഇവിടുത്തെ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ജനങ്ങളും ആ കൂട്ടത്തിൽ പോയ 2 പേരും, ജോസ് അതുപോലെ തന്നെ മറ്റൊരാൾ, നമ്മളോട് രാവിലെ അവർ സംസാരിച്ചിരുന്നു, അവരും പറയുന്നത് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർ കടലിലേക്ക് ഇറങ്ങിയത്. തിരികെ വരുന്ന സമയത്ത് അവർ വള്ളം ചെരിഞ്ഞ് 2 പേർ അപകടത്തിൽപ്പെട്ട വിവരം 9 മണിക്ക് ശേഷം ഓടി വന്ന് ഇവർ പോലീസിന്റെ അടുത്ത് പറയുമ്പോൾ 2 ലൈഫ് ജാക്കറ്റുകൾ നൽകി നിങ്ങളിത് അവർക്ക് എറിഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു. അങ്ങനെ കോസ്റ്റൽ പോലീസിനെതിരെ വലിയ രീതിയിലൊരു ആരോപണമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല, കുടുംബവും നാട്ടുകാരും അടക്കം വലിയൊരു ജനക്കൂട്ടം തന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ റോഡുകളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യാത്ര ഇതുവഴി അസാധ്യമായ ഒരു സാഹചര്യമാണുള്ളത്. കുടുംബം ഇപ്പോഴും പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ട്. ആരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവരെ കണ്ടെത്തുക എന്നൊരു ആവശ്യം മാത്രമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്. മാത്രമല്ല, മുതലപ്പുഴയിൽ വലിയ പ്രതിഷേധമാണ് രാവിലെ മുതലുള്ളത്. കടലിൽ കാണാതായവർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് തെരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്.